ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ലഞ്ച് ഉണ്ടാക്കാം. പെട്ടെന്ന് പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലഞ്ച്. എളുപ്പം രാവിലെ അരമണിക്കൂർ കൊണ്ട് വേണം ചോറ് വേഗം താമസമുള്ളൂ. സാധാരണ അരി, ബസുമതി അരിയോ പൊന്നി അരിയോ ഏതെങ്കിലും കുത്തരിയൊന്നുമല്ല, മീൻസ് റെഡ് മട്ടാരിച്ചൊന്നുമല്ല, അല്ലാത്തരി. ഒരു ചെറിയ കപ്പിന് 2 കപ്പ് അരി എടുക്കുക. ഒരു 3 പേർക്ക് കാണും. അരി എടുത്ത് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന മാതിരി ചോറ് വെക്കുക. എന്നിട്ട് നമുക്കതിനെ ചോറിനെ കൺവേർട്ട് ചെയ്ത് കോക്കനട്ട് റൈസ് ആക്കാം, തേങ്ങാച്ചോറ്. അതിനെന്തെങ്കിലും ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയോ വേറെ എന്തെങ്കിലും ഓംലെറ്റ് പോലെ. ഇപ്പോൾ പക്ഷേ നോയമ്പായതുകൊണ്ട് ഓംലെറ്റ് ഇല്ല. അങ്ങനത്തെ എന്തെങ്കിലും ഒരു കൂട്ടാനും വെച്ച് ലഞ്ച് ശരിയാക്കാം. നമുക്ക് ആ കോക്കനട്ട് റൈസ് ഒന്ന് ഉണ്ടാക്കാം. നമ്മൾ ആദ്യമായി ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. അതിന് വെളിച്ചെണ്ണയാണ് സെറ്റാവുന്ന കോക്കനട്ട് റൈസ്. കോക്കനട്ടിൽ അതിൻ്റെ ഫ്ലേവർ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ടേസ്റ്റ് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് നെയ്യോടിടാം. ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് അത് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് കടുകിടാം. അത് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ടു. എണ്ണ ചൂടായി വന്നപ്പോൾ നമുക്ക് കടുക് ഒന്ന് പൊട്ടിക്കാം. തീ കുറച്ചിനും വെച്ചിരുന്നാൽ അത് കരിയാതെ. എന്നിട്ട് കുറച്ച് കടലപ്പരിപ്പിടാം. ചന്നാടാൾ, കുറച്ച് ഉഴുന്നിട്ടു. എന്നിട്ട് നമുക്കിതിനെല്ലാം ഒന്ന് വറുത്തിട്ട് 2 നമ്മുടെ ചുമന്ന മുളകില്ലേ, കടുക് വറുക്കുന്ന മുളക്, അത് 2 എണ്ണം കട്ട് ചെയ്തിടാം. അതിന് കുറച്ച് കരിയാപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് അതും ഇടാം. ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയിലൊക്കെ നല്ല ഫ്ലേവറാണ്, നല്ല മണം വരും ഇഞ്ചി അങ്ങോട്ട് ആ നെയ്ക്കകത്ത് മൊരിയുമ്പോൾ. പിന്നെ കുറച്ച് കരിയാപ്പില. ഇതെല്ലാം നമുക്കൊന്ന് നല്ലതായിട്ട് മൂപ്പിക്കാം. ചെറിയ തീയിൽ ഒരു ഇച്ചിരി കായ, ഒരു പിഞ്ച് കായപ്പൊടി ഇടാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ച് കൊണ്ട് എളുപ്പമാണ്. ജസ്റ്റ് ഇതൊന്ന് മൂക്കുന്ന സമയം മതി. മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കപ്പലണ്ടി, നമുക്ക് കപ്പലണ്ടിയോ ഇത് കാഷ്യൂവോ ഏതെങ്കിലും ഇടാം. ഞാനിപ്പോൾ വറുത്ത് വെച്ചേക്കുന്ന കുറച്ച് കപ്പലണ്ടി ഇട്ടു. കാഷ്യൂ ഇടാം, പറഞ്ഞണ്ടി ഇടാം. അതൊന്ന് കടിക്കാം. അതും ഒന്ന് മൂത്ത് വന്ന്, ഓൾറെഡി വറുത്ത കപ്പലണ്ടി, അതും ഒന്ന് മൂത്തിട്ട് നമുക്ക് തേങ്ങ, അത് ഫ്രഷ് കോക്കനട്ട് തിരുമ്മിയ തേങ്ങ, നല്ല തേങ്ങ, അതൊരു 2 കപ്പ്, 2 കപ്പ് ചോറുണ്ട്, ഒരു 1.5 കപ്പ് തേങ്ങ. 1.5 കപ്പ് തേങ്ങ ഇട്ട് ഇളക്കിക്കൊണ്ട് വരാം. തേങ്ങ ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട, ഒന്ന് ചൂടാകണം, ഒന്ന് റോസ്റ്റ് ആകണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. തേങ്ങ അതിൻ്റെ ഇത്രയൊന്ന് മൂത്താൽ മതി, ഒത്തിരി മൂക്കണ്ട, കളറൊന്നും മാറണ്ട. ഒരു നല്ല ബ്രൗൺ ആകണ്ട, ഒരു ബ്രൗണിലോട്ട് കയറുമ്പോൾ ആവശ്യത്തിന് ഉപ്പിടാം. നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് നമ്മൾ വെച്ച ചോറ് അത് ഇത്രയൊന്ന് മൂത്താൽ മതി. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ ആ വെച്ചേക്കുന്ന ചോറോടിട്ട് ഇളക്കി. ആ ചോറ് വടിക്കാതെടുക്കണം, ഊറ്റിയെടുക്കണം, വടിക്കരുത്. കഞ്ഞിവെള്ളമില്ലാതെ ഒത്തിരി അങ്ങ് വെന്ത പോലെ അതോടിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. നല്ല സ്മെല്ലാണ്, ഇഞ്ചിയും നെയ്യും കപ്പലണ്ടിയും ഇതെല്ലാം കൂടെ. ഞാൻ പച്ചമുളക് ഇട്ടില്ല. ഇച്ചിരി മല്ലിയില ഉണ്ടെങ്കിൽ ഇച്ചിരി മല്ലിയില മേലെ ഇടാം. എൻ്റെ അടുത്ത് ഇപ്പോൾ മല്ലിയില ഇല്ല, ഉണ്ടെങ്കിൽ ഇച്ചിരി മല്ലിയിലൂടെ മേലിട്ടാൽ നമ്മുടെ ചോറ് റെഡി. താങ്ക് യു.